ഹലോ, ലെറ്റ്സ് ഡു ക്രീമി പാസ്ത. ഈ അപ്പച്ചെമ്പ് കൊണ്ട് ക്രീമി പാസ്ത ഉണ്ടാക്കുന്ന വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? അത് അത്യാവശ്യം വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഞാനും അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഓർത്ത് അങ്ങനെ ഇന്ന് അത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. സംഭവമൊക്കെ ഉണ്ടാക്കാൻ എളുപ്പമാണ്. അപ്പച്ചെമ്പിൽ പാസ്ത വേവാൻ ആവശ്യമായിട്ടുള്ള അത്രയും വെള്ളം എടുത്തിട്ട് പാസ്ത ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഓയിലും ഉപ്പൊക്കെ ആഡ് ചെയ്യുക, ഒട്ടിപ്പിടിക്കാതിരിക്കാനാണേ. ഇനി അപ്പച്ചെമ്പിൻ്റെ ആദ്യത്തെ തട്ടിൽ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ബ്രസ്റ്റാണ് ഞാൻ വെച്ചത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ തട്ടിൽ കാഷ്യൂസ്, ഗാർലിക്ക്, ടൊമാറ്റോ, പിന്നെ ചില്ലി, ഒരു ഒനിയൻ ഇത്രയും വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ്സ് നമ്മൾ നല്ലപോലെ സ്റ്റീം ചെയ്തെടുക്കണം. സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ദാ ഈ പരുവത്തിരിക്കും. തക്കാളിയൊക്കെ നല്ല പഞ്ഞി പോലെ ഇരിക്കും. കാഷ്യൂവിനെ പറയണ്ട, പതുപതാന്നായിരുന്നു. ഇനി ഇതൊന്ന് ആറാനായിട്ട് വെയിറ്റ് ചെയ്യണം. ചിക്കനും അതുപോലെ തന്നെ നല്ലപോലെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഇനി പാസ്ത ഒട്ടിപ്പിടിക്കുമെന്ന്. അതും ഒട്ടിപ്പിടിച്ചില്ലടാ, എല്ലാം സെറ്റായിരുന്നു. ഇനിയാണ് പാസ്തയ്ക്ക് വേണ്ട ഡ്രസ്സിങ് തയ്യാറാക്കേണ്ടത്. ആദ്യത്തെ തട്ടിൽ വെച്ചിരുന്ന എല്ലാ സാധനവും നമുക്ക് തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് വെള്ളം കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ ആഡ് ചെയ്തായിരുന്നു. അങ്ങനെ അത് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാൻ വെച്ച് ബട്ടറൊക്കെ ചൂടാക്കി എടുക്കാം. ബട്ടർ നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് ഈ ബട്ടറിലോട്ട് ആഡ് ചെയ്യാം. അങ്ങനെ ഈ ബട്ടറിൽ കടന്ന് ആ മിക്സ് ഒന്നുകൂടി ഒന്ന് വെന്തോട്ടെ. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ആ ചിക്കനൊക്കെ ഒന്ന് പിച്ച് ചീന്തി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വേവിച്ച പാസ്തയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് അവസാനം പ്ലേറ്റിലാക്കിയിട്ടുണ്ട് മോനെ. കുറച്ച് അലങ്കാര പരിപാടിക്കായിട്ട് സ്ലൈസസ് ഓഫ് ചീസും പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സും ആഡ് ചെയ്തിട്ടുണ്ടേ. അവസാനം ഇത് കഴിച്ചപ്പോൾ എനിക്കറിയില്ല, സത്യം പറഞ്ഞാൽ ഞാൻ ആ ഡ്രസ്സിങ് ഉണ്ടാക്കിയപ്പം ഇത് സെറ്റ് ആവുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആ ബട്ടറിൽ ആ ഡ്രസ്സിങ് ഇട്ട് ചൂടാക്കി എടുത്തപ്പോൾ അത് വേറെ ലെവൽ ടേസ്റ്റായി മോനെ. എനിക്കൊന്നും പറയാനില്ല, അത്ര അടിപൊളിയാണ്. ഈ സാധനമൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് വൺസ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങളൊരു ഫാനായിട്ട് മാറാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. സീ യു ടിൽ നെക്സ്റ്റ് ടൈം.